ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ഒരു ലോങ് വീഡിയോയിലോട്ട് ഞാൻ നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഖത്തറിലെ വീഡിയോ തന്നെയാണ് ഗൈസ്. അപ്പോൾ ഇത് കുറേ മടി കാരണം മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ നമ്മളിനി കുറച്ച് നെക്സ്റ്റ് ഒരു സ്ഥലത്തേക്ക് പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പഴയ വീഡിയോസൊക്കെ നമ്മളങ്ങ് അപ്ലോഡ് വേഗം ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. പിന്നെ ഇന്നിപ്പോൾ ഞാൻ നാട്ടിൽ തൊട്ടിട്ട് ഇവിടെ എത്തുന്ന വരെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലെങ്കിൽ തൊട്ട് മുമ്പത്തൊന്ന് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ഇതാ ഉമ്മ വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഉപ്പാൻ്റെ ജോലി ഒക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് ലേറ്റായി പോയി. ബട്ട് സംഭവം അവരെത്തി. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് നല്ല അടിപൊളി ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. കടയുടെ പേരൊന്നും അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഓർമ്മയില്ല. എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ നല്ല പൊതിച്ചോറൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ നല്ല പോലെ അത് കുറേ തട്ടി. പിന്നെ ഇത് അവിടുത്തെ ടോർച്ച് ടവറാണ്. ഇവിടെയൊന്നും എനിക്ക് പോകാൻ സത്യം പറഞ്ഞ സമയം കിട്ടിയില്ല. അതൊരു സ്റ്റേഡിയം കൂടിയാണ്. പേരൊന്നും എനിക്ക് അത്ര വലിയ ധാരണയല്ല. പിന്നെ ഞങ്ങൾ നല്ലൊരു ചായയൊക്കെ കുടിച്ചു. പിന്നെ അവിടുത്തെ ഒരു എല്ലാവരുടെയും ഇടയ്ക്കിടയ്ക്ക് ചായക്കടയാണല്ലോ നാട്ടിലത്തെ പോലെ. സംഭവം അടിപൊളിയാണ് കേട്ടോ. നാട്ടിൽ പോയ വൈബന്നെ ആയിരുന്നു ശരിക്കും എനിക്ക് ഖത്തറിൽ പോയപ്പോൾ ഉണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോകാമെന്നുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബട്ട് ആ ഒരു ദിവസം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോകാം. അപ്പോൾ നമ്മൾ ആ കോർണിഷ് ഏരിയ ദോഹലത്തെ ആ ഒരു സ്ഥലമൊക്കെ ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇൻ കേസ് ഇനിയിപ്പോൾ ടൈം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. ആ കാണുന്നത് ഒരു കണ്ടെയ്നർ സ്റ്റേഡിയമാണ് കേട്ടോ. അത് നല്ല വൺ ഓഫ് ദ എത്രയോ സ്റ്റേഡിയത്തിൽ ഒരു സ്റ്റേഡിയമാണത്. പിന്നെ ഈ സ്ഥലത്തിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ അങ്ങനെ കുറേ ഷിപ്പൊക്കെ വരുന്നൊരു സ്ഥലമാണ്. അങ്ങനെയൊക്കെ തന്നെ എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തുള്ളൂ ഗൈസ്. കോർണിഷ് ഏരിയ നല്ല അടിപൊളിയും വാക്കിങ്ങൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ ഉള്ളവർക്ക് എന്തായാലും അറിയുന്നുണ്ടാവും. ഞാൻ അവിടുത്തെ ഒരു വിസിറ്റായിട്ട് പോയതല്ലേ, അതുകൊണ്ട്. പിന്നെ ഞങ്ങൾ ഇപ്പോൾ വീഡിയോ കോൾ ചെയ്യുമ്പോഴും പറയും ഞാൻ ഇന്ന് അവിടെ ആ കപ്പൽ കണ്ടിരുന്നു, ഈ കപ്പൽ കണ്ടിരുന്നു. അതുകൊണ്ട് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു തരാറുണ്ട്. അപ്പോൾ ഞാൻ നേരിട്ട് കാണിച്ചു തരാമെന്ന്. പിന്നെ ഈ സ്ഥലം നല്ല ക്യൂട്ടാട്ടോ. യെല്ലോ നല്ല ലൈറ്റ് പേസ്റ്റൽ കളേഴ്സിൻ്റെ ഒക്കെ ഒരു അടിപൊളി ബിൽഡിങ്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ നല്ല ഹൈ എൻഡ് ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് ദിവസത്തിനല്ലേ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫ്ലൈറ്റ് എവിടെ കണ്ടാലും ഞാനിപ്പോഴും മേലോട്ട് നോക്കും. അവിടെ കുറേ ഫ്ലൈറ്റ്സ് നമുക്ക് കാണാനും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ എത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് അക്വേറിയത്തിലോട്ടാണ് കേട്ടോ. ലാസ്റ്റ് ടൈം പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് അവിടെ കാണാൻ പോകുന്നത്. നല്ല അടിപൊളിയായിരുന്നു. അവിടുത്തെ ഉള്ള എല്ലാതും ട്രിപ്ലെറ്റ്സ് ആണെന്ന് തോന്നുന്നു ഗൈസ്. കാരണം ഞാൻ കണ്ടതിലെല്ലാം ഒരു മൂന്ന് എണ്ണം വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നു. കുറേ ഗ്രൂപ്പിട്ടുള്ള ഫിഷുകളും ഉണ്ടായിരുന്നു. സംഭവം നല്ല അടിപൊളിയായിട്ട്. ഞാൻ വല്ല ഷാർക്കൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ഇല്ല. പിന്നെ അവിടെ എന്തൊക്കെയോ 3Dയുടെ എന്തൊക്കെയോ പ്രൊജക്റ്റും കാര്യങ്ങളും. ഈ മീനാണ് കേട്ടോ എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെടാണ്ടിരുന്നത്. കാണുമ്പോൾ തന്നെ എനിക്കെന്തോ പേടി തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ ഖത്തറിനെയൊക്കെ പറ്റിയിട്ട് അവിടെ എന്തൊക്കെയോ 3D ഒക്കെ കാര്യങ്ങൾ, അവരുടെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് അവരവിടെ പത്രാസ് കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പുറത്തിറങ്ങിയപ്പോൾ ഒരു നല്ല ചന്തമുള്ള കണ്ണുള്ള ഒരു മീൻ നമ്മളെ ക്രൂയിസ് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. എന്തോ വലുതാണെന്നറിയാവോ. അയ്യോ, അവിടെയുള്ള ആൾക്കാർ ഞങ്ങൾക്ക് ടാറ്റൊക്കെ തരുന്നുണ്ടായിരുന്നു കേട്ടോ, അവിടുത്തെ മദാമ്മമാരൊക്കെ ആയിട്ട്. പിന്നെ അവിടെ നിന്ന് കുറേ 2-3 ആളുകൾ സംസാരിക്കും ചെയ്തിരുന്നു കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നത് എക്സ്പീരിയൻസ് എന്നൊക്കെ ചോദിച്ചിട്ട്. അതുകൊണ്ടപ്പോൾ എനിക്കും ആ ഒരു ക്രൂസ് യാത്രയിലൊക്കെ പോകണം എന്നൊക്കെ തോന്നി. പക്ഷെ വെൽ സെക്യൂർഡാണ് അവിടെ. പിന്നെ ആകാശം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അന്ന്. പിന്നെ ഞങ്ങൾ അവിടെ ആ ഒരു സ്ഥലത്ത് കുറച്ച് നേരം നടക്കുകയോ ഇരിക്കുകയോ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. എനിക്ക് ഇങ്ങനത്തെ സ്ഥലത്തിനോട് ഒരു പ്രത്യേക ഭംഗിയല്ല, പ്രത്യേകം എനിക്കിഷ്ടമാണ്. എന്താണെന്നറിയില്ല. അങ്ങനെ കടലിലൊക്കെ നോക്കി ഇരിക്കാം, നല്ല അടിപൊളി വൈബാണ്. പിന്നെ അങ്ങനെ ഇന്നത്തെ ദിവസം ഞങ്ങൾ വെറുതെ കളഞ്ഞില്ല, നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ നടന്നു. പിന്നെ സമയം ഒട്ടും വൈകില്ല, കാരണം ലേറ്റ് ആവാനായി. ഉപ്പാക്ക് പിറ്റേ ദിവസം ജോലിയുണ്ട്. പിന്നെ ഞാൻ ടയേർഡുമാണ്. അപ്പം നേരെ നമ്മൾ വീട്ടിലോട്ട് വെച്ച് പിടിച്ചു, ഇനി എവിടെയും കറങ്ങണ്ട പോവണ്ട എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞങ്ങളൊരു ലുലുവിലൊക്കെ കയറി പിന്നെ കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ പോയിരുന്ന് കഴിച്ചിട്ട് അങ്ങനെ നമ്മൾ കിടന്നുറങ്ങാന്നുള്ള പ്ലാനായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വെച്ച് പിടിച്ചു. പിന്നെ നെക്സ്റ്റ് ഡേൻ്റെ പ്ലാനിങ്സൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും ഖത്താറൊക്കെ കാണാൻ പോകാമെന്നുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ ഈ ബ്യൂട്ടിഫുൾ പ്ലേസിനോട് ബൈ പറഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.